അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയാണ് അനുപമ. ദുഷ്ടയായ അനുപമ എന്ന് ഞാൻ പറയുകയാണ്. ഏത് റൂമിലാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിനിടയിൽ എനിക്ക് ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഡ്ഗറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് വന്ന പ്രൊമോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതായത് നമുക്ക് സന്തോഷവും സങ്കടങ്ങളൊക്കെ വരും, പക്ഷെ അതെല്ലാം ഒരു കുമിളകൾ പോലെയാണ്. പെട്ടെന്ന് വരും, പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട്. കുറച്ചധികം കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു മാസ് എപ്പിസോഡ് വരുന്നത് കേട്ടോ. പക്ഷേ ആ ഒരു സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല എന്നാണ് ഇന്ന് വന്ന പ്രൊമോയിലൂടെ എനിക്ക് തോന്നിയത്. ഇന്ന് വന്ന പ്രൊമോയിൽ വന്ന ഇൻസിഡൻറ്റ് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് പോയി കേട്ടോ. പക്ഷേ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഇന്ന് വന്ന പ്രൊമോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ ഒരു സംഭവം ആലോചിച്ച് നോക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാം. എന്താണെങ്കിലും ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ വലിയൊരു ബലൂണായിട്ട് രാഘവനെ ഊതി വീർപ്പിച്ചു വന്നു. പക്ഷേ ആ ബലൂണിൻ്റെ കാറ്റ് നമ്മുടെ അഞ്ജലിക്കുട്ടി അങ്ങ് അഴിച്ചു വിട്ടു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിലും നമുക്കറിയാം, അഞ്ജലീനെ ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അഞ്ജലി, നീ ഇന്ന് വായ്ക്ക് കൊള്ളാൻ പറ്റുന്ന ഫുഡ് ഉണ്ടാക്കി തരണം. അതാണ് നിൻ്റെ ഈ ജോലി, അതാണ് നിൻ്റെ ഇവിടുത്തെ ശംഖചക്രത്തിലെ ജോലി. നീ ഇവിടെ അടുക്കള വേലക്കാരിയാണ്. അങ്ങനെ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലി അതിന് ഒരു 8ൻ്റെ പണി അങ്ങോട്ട് തിരിച്ചു കൊടുത്തു കേട്ടോ രാഘവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു 8ൻ്റെ പണി അങ്ങോട്ട് കൊടുത്തു. ഇന്ന് നാണം കെട്ടുപോയി രാഘവൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് വർക്കെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അഞ്ജലിനെ വീണ്ടും കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞു, ഓ നീ എന്ത് നല്ല പാചകക്കാരിയാണ്, നിൻ്റെ കൈപുണ്യം നല്ലതാണ്. അനുപമേ, നീ എന്താണ് ഈ ഒരു രഹസ്യം പറയാതിരുന്ന അനുപമേ, ഇവൾക്ക് ഞാനൊരു സ്വർണ്ണ വളക്കാപ്പങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ വേലക്കാരിയുടെ ആവശ്യമേ ഇല്ല. അതായത് അടുക്കളയ്ക്ക് ജോലിക്ക് വേറൊരാളുടെ ആവശ്യമില്ല. കാരണം അഞ്ജലി അതിന് എന്തുകൊണ്ടും യോഗ്യത ഉള്ള ഒരാളാണ്. അങ്ങനെ അഞ്ജലിനെ വീണ്ടും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സംഭവത്തിന് മുമ്പ് അനുപമയും അഞ്ജലിയും തമ്മിലൊരു ഏറ്റുമുട്ടലൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അവിടെയും അഞ്ജലി മാസ് കാണിച്ചു, അനുപമ നാണം കെട്ടുപോയി കേട്ടോ. ഈ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നത്. എന്താണെങ്കിലും ഒരു 8ൻ്റെ പണിയായിപ്പോയി. കാരണം ഫുഡ് അഞ്ജലി ഉണ്ടാക്കിയിട്ടില്ല. അഞ്ജലിക്ക് അറിയാവുന്നൊരു ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് രാഘവന് അയച്ചു കൊടുത്തു. അപ്പോൾ രാഘവന് ഇങ്ങനെയൊരു പണി പ്രതീക്ഷിച്ചില്ല. അഞ്ജലി അങ്ങ് അടുക്കളയിൽ കയറി ഉണ്ടാക്കുമെന്നാണ് പുള്ളി വിചാരിച്ചത് കേട്ടോ. പക്ഷേ അതൊന്നും നടന്നില്ല. ഇത് കേൾക്കുമ്പോഴത്തേനും അനുപമ പോലും ചിരിച്ചു പോയി കേട്ടോ ഈ ഒരു സംഭവം കേട്ടിട്ട്. ഗോവിന്ദനും വൈഫൊക്കെ കൂടി വലിയ സപ്പോർട്ട് നമ്മുടെ അഞ്ജലിക്ക് കൊടുത്തു. അതുകൂടാതെ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമുക്കൊരു സന്തോഷം തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അർജുൻ മനസ്സോട് കൂടിയിട്ട് ഗോവിന്ദനുണ്ണി പറഞ്ഞു, നീ പുറത്തു പോയി കിടക്കരുത്. നിനക്കും അഞ്ജലിക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് പരിഹരിക്കണം. അതാണ് വേണ്ടത്. നമ്മൾ എന്നും മാറിക്കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രശ്നങ്ങളും അവസാനിക്കില്ല അർജുനെ. അതുകൊണ്ട് നീ ചെന്നേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ അർജുൻ ഇന്ന് മനസ്സോടെ കുണുങ്ങി ചെല്ലുന്നുണ്ട് അഞ്ജലിയുടെ റൂമിലേക്ക് കേട്ടോ. അഞ്ജലി അർജുനെ കാണുമ്പോഴത്തേനും വയലൻ്റൊന്നും ആവുന്നില്ല, വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ പറയാനും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് വന്ന പ്രൊമോയിൽ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് അഞ്ജലിയുടെ വീട്ടിലാണ്. നമുക്കറിയാം, ശ്യാമളാമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മോളെ ഇറക്കി വിട്ടു, പക്ഷേ അവൾ എൻ്റെ മകളാണ്. അവൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാതെ ഇരിക്കാനോ കേൾക്കാതിരിക്കാനോ ഒന്നും പറ്റത്തില്ല, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഇങ്ങനെ പലവട്ടം ശ്യാമള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയിൽ ശ്യാമളയോട് ശിവരാമൻ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പലവട്ടം പറഞ്ഞല്ലോ അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന്, പക്ഷേ ഒരിക്കലെങ്കിലും അവൾ ഇങ്ങോട്ട് വന്ന് നിന്നെ കണ്ടോ? അപ്പോൾ ഈ ഒരു കാര്യം ശിവരാമൻ ചോദിക്കുമ്പോഴത്തേന് അതിനൊരു മറുപടി നമ്മുടെ ശ്യാമളാമ്മയ്ക്ക് ഇല്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അമ്മായി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ അമ്മായി ഭയങ്കര ഒരു വിഷവിത്താണ് കേട്ടോ, പറയാതെ വയ്യ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും ആ വീട്ടിലെ വാടക കൊടുക്കാനായിട്ട് പറ്റാതെ ബുദ്ധിമുട്ടുമ്പോഴും ഈ
അമ്മായിക്ക് വാടക കൊടുത്തുകൂടെ? അമ്മായി അവിടെ കയറി താമസിക്കുന്നുണ്ടല്ലോ, അമ്മായിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഞാൻ ശരിക്കും ആലോചിച്ചൊരു കാര്യമാണ് കേട്ടോ. ഒരു നല്ലൊരു വിഷവിത്താണ് കേട്ടോ അമ്മായി, പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും പ്രൊമോയിലെ ആദ്യത്തെ സീൻ ഇതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അഞ്ജലി കാണാൻ വരാത്തത്, ഇതുവരെ അവൾക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമളാമ്മയ്ക്ക് ഒരു മറുപടിയില്ല. നമുക്കറിയാം അഞ്ജലിയുടെ സാഹചര്യം എന്താണ്. ഇവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളല്ല ശംഖുചക്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അഞ്ജലിക്കുട്ടി വരാൻ പറ്റാത്തത് എന്ന് നമുക്കറിയാം. അത് മാത്രമല്ല, ഇതിനിടയിൽ ശിവരാമൻ പറഞ്ഞ പല കാര്യങ്ങളും അഞ്ജലിയുടെ മനസ്സിലുണ്ട്. അതായത് അഞ്ജലിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു, അത് അടഞ്ഞ അധ്യായമാണ്. അങ്ങനെ പല കാര്യങ്ങളും ആര്യ പറഞ്ഞ് നമ്മുടെ അഞ്ജലി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ അഞ്ജലിക്ക് അവിടേക്ക് വരാൻ പറ്റും? അവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചിറക്കി വിട്ട് കഴിഞ്ഞാൽ അഞ്ജലിക്ക് അതിൽ പരം ഇനി വിഷമം വരാനില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അഞ്ജലി വരാത്തത് നമുക്കറിയാം. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ ഏറ്റവും അവസാനത്തെ സീനുകളാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സന്തോഷമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർന്നു എന്ന് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ വീക്കെൻഡിൽ കണ്ടതുപോലെ അഞ്ജലിയെ വകവരുത്താൻ വേണ്ടിയിട്ട് കുറിപ്പ് അയച്ചിരിക്കുന്ന ഗുണ്ട വന്നിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുകയാണ് അനുപമ, ദുഷ്ടയായ അനുപമ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അവൾ എത്രത്തോളം ഒരു ദുഷ്ടയാണല്ലേ, സ്വന്തം കൂടപ്പിറപ്പിനെ, സ്വന്തം രക്തത്തെ കുത്തി കൊല്ലാൻ വേണ്ടിയിട്ട്. അയാളുടെ കയ്യിൽ കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാതിൽ തുറന്നു അകത്ത് കയറി അതിന് ശേഷം ഏത് റൂമിലാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സീൻ നമ്മൾ കണ്ടു. അങ്ങനെ ആ ഗുണ്ട റൂമിലെത്തുന്നു, അഞ്ജലിയും അർജുനും കിടക്കുന്ന ഒരു സീൻ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ നടക്കാനായിട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സന്തോഷം ഇല്ലാതായി എന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിനിടയിൽ എനിക്ക് ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. നമുക്കറിയാം ഇന്നത്തെ എപ്പിസോഡിൽ അർജുൻ അഞ്ജലിയുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അർജുനും അഞ്ജലി ഒരുമിച്ച് കിടന്നിട്ടെങ്കിലും ഉണ്ട്. ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ എന്തൊക്കെ ഒരു പരിഹാരം, അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണല്ലോ അവർ ഒരുമിച്ച് കിടക്കുന്നത്. അതാണ് ആകെ ഒരു സന്തോഷിക്കാനുള്ളൊരു വക എന്ന് പറയുന്നത് ഇന്ന് വന്ന പ്രൊമോയിൽ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നാളെ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. രാവിലെ തന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ല കേട്ടോ. അപ്പോൾ അതിനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ഉടൻ തന്നെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും എനേബിൾ ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒരിക്കൽ കൂടി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.